അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയിൽ വെന്തുരുകുകയായിരുന്നു ഇറാൻ. ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 10-ന് ഇറാനിലെ ആകാശം കറുത്തിരുണ്ടു, മഴ പെയ്തു. പക്ഷേ പെയ്തിറങ്ങിയ മഴത്തുള്ളികൾ മണ്ണിൽ തൊട്ട നിമിഷം കണ്ട കാഴ്ച ആരെയും ഭീതിയുടെ മുന്നിൽ നിർത്തുന്ന ഒന്നായിരുന്നു. ഇറാനിലെ ഹോർമുസ് ദ്വീപിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ കണ്ട് ലോകം പകച്ചു നിൽക്കുകയാണ്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കടലും തീരവും നിമിഷ നേരം കൊണ്ട് കടും ചുവപ്പായി മാറിയ ഒരു കാഴ്ചയായിരുന്നു അത്. നോക്കെത്താ ദൂരത്തോളം രക്തം ഒഴുകുന്നത് പോലെ തോന്നിച്ച ഈ കാഴ്ച കണ്ടവർ ഭീതിയോടെ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിച്ചു: ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണോ? സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ കാട്ടുതീ പോലെ പടർന്നതോടെ ചർച്ചകൾ ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലെ 8-16 അധ്യായങ്ങളിലേക്കും വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിലേക്കും നീണ്ടു. അന്ത്യകാലത്തിന്റെ വിളംബരമെന്നോണം ഭൂമിയിലെ കടലുകളെയും നദികളെയും നീരുറവകളെയും ദൈവിക ന്യായ വിധിയാൽ രക്തമാക്കി മാറ്റാൻ മാലാഖമാർ സ്വർഗത്തിൽ നിന്നും കലശങ്ങൾ കമഴ്ത്തുന്നു എന്ന നിഗൂഢമായ വരികളാണ് പലരും പങ്കുവെക്കുന്നത്. അതേസമയം അപ്പോക്കലിപ്സ് തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ചിലർ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ പ്രാചീന ഈജിപ്തിലെ രക്തനദികളെക്കുറിച്ചുള്ള കഥകളും ഇന്റർനെറ്റിൽ വീണ്ടും ചർച്ചയായി. ഈ നിഗൂഢ ദൃശ്യങ്ങൾ ശാസ്ത്രം കൊണ്ടളക്കാൻ കഴിയാത്ത ഏതോ അദൃശ്യ ശക്തികളുടെ മുന്നറിയിപ്പാണെന്ന് വിശ്വസിക്കാനാണ് പലർക്കും താല്പര്യം. എന്നാൽ ഈ ഭീതിതമായ കാഴ്ചയ്ക്ക് പിന്നിൽ അല്പം ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഹോർമൂസിലെ മണ്ണിലും പാറകളിലും ഹെമറ്റൈറ്റ് എന്ന് വിളിക്കുന്ന അയൺ ഓക്സൈഡിന്റെ വൻ ശേഖരമുണ്ട്. കടുത്ത വരൾച്ചയ്ക്കു ശേഷം പെയ്ത ശക്തമായ മഴയിൽ ഈ ചുവന്ന ധാതുക്കൾ കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നപ്പോഴാണ് രക്തവർണ്ണമായ ഈ വിചിത്ര ദൃശ്യം രൂപപ്പെട്ടത്. മുൻപും ഇവിടെ ഇത്തരം കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ വരൾച്ചയും മഴയും ഈ രക്തക്കടലിന് നൽകിയ പശ്ചാത്തലം നിഗൂഢത ഇരട്ടിയാക്കി. ശാസ്ത്രം ഇതിന് വിശദീകരണം നൽകുമ്പോഴും അന്ധവിശ്വാസങ്ങൾക്കും പ്രവചനങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്റർനെറ്റ് ലോകം. ഇത് കേവലം മണ്ണിലെ ഇരുമ്പ് കലർന്നതാണോ, അതോ പ്രകൃതി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് മുന്നോടിയായി നൽകുന്ന അടയാളമാണോ? ഉത്തരം കാലം തെളിയിക്കട്ടെ.